ഹലോ മൈ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. എന്താ ഇവിടെ നിൽക്കുന്നതെന്നല്ലേ, വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാനും ലക്ഷ്മിയും മേഘയും വിപിനും നന്ദും കൂടെ കൊച്ചിയിലോട്ട് ഒരു 1 ഡേ ട്രിപ്പിന് വന്നതാണ് കേട്ടോ. ആൻഡ് ഈ ട്രിപ്പ് നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് മെട്രോ പിടിച്ചിട്ട് MG റോഡ് സ്റ്റേഷനിലോട്ടാണ് ഈ പോകുന്നത് കേട്ടോ. ഇതൊരു ഓഫീസ് ടൈം ആയതുകൊണ്ട് ട്രെയിനിലും മെട്രോയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ MG റോഡ് സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് വാട്ടർ മെട്രോയിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇവിടുന്ന് നിയർ ബൈ ആയിട്ടുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ ഹൈക്കോർട്ട് ജംഗ്ഷനാണ് കേട്ടോ, നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ള. സോ ഇവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നടന്നു പോകാമെന്ന്. ഓട്ടോയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ പോകാം. ഞങ്ങൾ വിചാരിച്ചു നടന്നു പോകാമെന്ന്. നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നടന്നു പോകണേ. വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വാട്ടർ മെട്രോ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ഹോട്ടലൊക്കെ തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നോക്കിയേ, ഹായ് ഹായ്. ഇനി ഓടിപ്പോയി വിപിൻ്റെ എടുക്ക. വിപിൻ പറവി ഹായ്. ഇനി അവരെടുക്ക. നോക്കൂ നോക്കൂ. ട്രാഫിക് പേടിയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കണം കേട്ടോ. 2-3 കണ്ടെങ്കിലും അതൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി വെസ്റ്റ് സൈഡൊക്കെ കണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സരവണ ഭവൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടോട്ട് കയറാം, അത് ഓപ്പൺ ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. കാരണം ഫുഡ് കഴിച്ചിട്ട് പോകാനില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവിടെ ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ, ഹൈക്കോർട്ട് ജംഗ്ഷൻ. അതായത് മറൈൻ ഡ്രൈവ്. നമ്മൾ മറൈൻ ഡ്രൈവിലോട്ടാണ് ഈ പോകുമ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ്, മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ്. അവിടെ തന്നെയാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി, ഹൈക്കോർട്ട് ജംഗ്ഷൻ. ആൻഡ് നമ്മളെല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് വാട്ടർ മെട്രോയിൽ കയറാനായിട്ട്. കൊച്ചിയിലോട്ട് 1 ഡേ ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നവരും പ്ലാൻ ചെയ്യുന്നവരും ഈ വീഡിയോ മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. കാരണം ഇത് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഗൈഡായിരിക്കും. ബിക്കോസ് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. ടൈമെല്ലാം കറക്റ്റ് മാനേജ് ആയതും അതേപോലെ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയതും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കറക്റ്റ് ഈ ഒരു നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റി. എല്ലാം അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, നമ്മൾ എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെയാണെന്ന്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്ന് വയ്ക്കുകയാണ്. ഇനി ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരുത്തുമായിരിക്കും. സോ നമ്മൾ ടിക്കറ്റ് എടുത്തു, നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വെൽക്കം ടു കൊച്ചി വാട്ടർ മെട്രോ. നമ്മൾ ബോർഡൊക്കെ കണ്ടു. നമ്മളെ ബോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാം. നമ്മൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമ്മളെ ബോട്ട് വരുന്ന ടൈമിൽ അവരെ നമ്മളോട് പറയും. അന്നേരം നമുക്ക്
അതുവഴി പോകാമെന്നാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതേ നമ്മളുടെ ബോട്ട് വന്നു. ആൻഡ് നമ്മൾ ഇരുന്ന ആ ഒരു ഓർഡറിലാണ് കേട്ടോ ഇത് പോകുന്നത്. അല്ലാതെ എല്ലാവർക്കും കൂടെ ഓടി റഷ് ചെയ്ത് കയറുക അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു പെർഫെക്റ്റ്ലി മാനേജ്ഡ് ആയിരുന്നു. ഈ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള വാട്ടർ മെട്രോ. നമ്മളതിലേക്ക് കയറാനായിട്ട് പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കൊച്ചിയിലെ തന്നെ മോസ്റ്റ് അട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ്, ഫോർട്ട് കൊച്ചി. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി അവിടെ എത്തിയിട്ടാണ് ബാക്കി വിശേഷങ്ങൾ. അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ജസ്റ്റ് ഫോർട്ട് കൊച്ചി ബീച്ച് മാത്രമല്ലല്ലോ, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പതിയെ എല്ലാം കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ കയറുന്ന എക്സൈറ്റ്മെൻറ്റാണല്ലോ. സോ ഇതിലെ വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. സോ നമ്മൾ വാട്ടർ മെട്രോയിൻ്റെ ഉള്ളിൽ കയറി ഇതേപോലെ വേറൊരു വാട്ടർ മെട്രോ കാണാം. ഇത് പല സ്ഥലത്തോട്ട് പോകുന്നുണ്ടല്ലോ. വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ട്, അതേപോലെ ബോൾഗാട്ടി പാലസ് ഉണ്ട്, അങ്ങനെ പലതുണ്ടല്ലോ. നമുക്ക് ഫോർട്ട് കൊച്ചിക്കാണ് പോകേണ്ടത്. സോ നമ്മളുടെ ബോട്ട് സ്റ്റാർട്ടായി നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വാട്ടർ മെട്രോയുടെ ഉൾവശം. ആൻഡ് ഫുള്ളി AC ആണ്. ആൻഡ് അതേപോലെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ലൊരു പ്രീമിയം, ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു ബോട്ടിൽ പോകുന്ന ഫീലൊക്കെ നമുക്ക് കിട്ടും. ആൻഡ് നമുക്ക് കൊച്ചി ഷിപ്പ് യാർഡ് കാണാം, അതുപോലെ ബോൾഗാട്ടി പാലസ് കാണാം, കുറേ ഷിപ്പ് കാണാം, ഇഷ്ടംപോലെ ഷിപ്പ് നമുക്ക് കാണാം കേട്ടോ. ഷിപ്പ് യാർഡിൽ കിടക്കുന്ന അങ്ങനെ കണ്ടെയ്നേഴ്സ് ഇറക്കുന്ന ഷിപ്പാണെങ്കിൽ അത് കാണാം. അതേപോലെ അല്ലാതെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോകുന്ന ഷിപ്പുകൾ കാണാം. അങ്ങനെയൊക്കെ കുറേ ഷിപ്പ് കാണാം കേട്ടോ. നമുക്ക് വേറൊരു വാട്ടർ മെട്രോ വരുന്നത് കാണാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് നമ്മളിപ്പോൾ 2-3 കണ്ടു. അതേപോലെ ഒരു ഷിപ്പ് കാണാം. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാണുന്ന ഷിപ്പാണ്. അതിന് കൂടെ വേറെ ബോട്ട് എന്തൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ. ഷിപ്പ് കാണാം. ആ ദൂരെ കാണുന്നത് ഷിപ്പ് യാർഡാണ്, കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ആ വേവ്സ് നിങ്ങൾ കണ്ടോ? എന്ത് വലിയ വേവ്സാന്ന് നോക്കുക. ആ ഷിപ്പ് പോയ ആ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ അവിടുത്തെ വേവ്സ് കണ്ടോ? എന്ത് പോലത്തെ നമുക്ക് പേടിയാവുന്ന ടൈപ്പ് വേവ്സ്. ഭയങ്കര വലിയ വേവ്സ് ആയിരുന്നു കേട്ടോ ആ ഒരു ഏരിയയിൽ. നല്ല രീതിയിൽ വേവ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സിന്ധി നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് ഇപ്പം ലാൻഡ് ചെയ്യും ഗൈസ്. അപ്പം നമ്മളൊരു ഈ ചീനവല അതൊക്കെ കാണാൻ കണ്ട ചീനവല സംഭവങ്ങളൊക്കെ കാണാം. ഇതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി. നമ്മളിവിടെ ടിക്കറ്റൊക്കെ കാണിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വേറൊരു സംഭവം. നമ്മുടെ കുറേ ഓട്ടോ ചേട്ടന്മാരുണ്ട്. അവരിൽ ഗൈഡിനെ പോലെയാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ജസ്റ്റ് ഒരു പ്ലക്കാർഡ് പോലെ സംഭവം പറയുന്നുണ്ട്, ഒരു ബ്രോഷർ പോലെ. ആൻഡ് അവരത് നമ്മളെ കാണിച്ചിട്ട് 2 മണിക്കൂർ കൊണ്ട് നമ്മളെ ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിക്കും. ഈ ഫോർട്ട് കൊച്ചിയിലുള്ള എല്ലാ സ്ഥലങ്ങളും, ഹിഡൻ സ്പോട്സുകളും എല്ലാവരും നമ്മൾ കൊണ്ടുവന്ന് കാണിക്കും. 700 റുപ്പീസാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ കുറേ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഈ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ ക്യാൻവാസ് ചെയ്ത് ആ ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ വിചാരിച്ചു, ശരിയാണ്, നമുക്ക് ഇത്ര ടൈമിൽ എല്ലാ സ്ഥലങ്ങളും കണ്ട് കാണിച്ചു തരുമല്ലോ. അവർ കുറേ നമ്മൾ ഈ ഗൈഡ് പോലെ പറഞ്ഞു ഒക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് വാസ്കോ ഹൗസിലേക്കാണ് കേട്ടോ. നമ്മുടെ ബിഗ് ബി ഒക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു വീടില്ലേ, അവിടേക്കാണ്. അതിൻ്റെ ഈ പോകുന്ന സ്ട്രീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കാണുന്നത്. നമ്മൾ ഈ ഫോട്ടോസിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള സ്ട്രീറ്റിലോട്ടാണ്. ഇവിടെയും നിർത്തി ഇതൊക്കെ നമുക്ക് കാണിച്ചു തരും. ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മൾ ഈ ബിഗ് ബി ഒക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വാസ്കോ ഹൗസ്, ഇതാണ് വാസ്കോ ഹൗസ്. വാസ്കോ ഡാമ താമസിച്ചിരുന്നതും ഇവിടെയാണ് പുള്ളി മരിച്ചതും ഒക്കെയാണ് കേട്ടോ. ഇവിടെയാണ് പുള്ളി താമസിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അകത്ത് വാസ്കോടഗാമ കൊണ്ട് ഫാൻ ഇട്ടേക്കുന്നത്. ഹായ് ഗൈസ്, ഹായ്, ഇതാണ് ഹായ് കൊച്ചു പഴയ കൊച്ചിയല്ല, നമ്മളെ കൊണ്ടുപോകും. 1524 1524 വാസ്കോഡാമ ഇവിടെ അടക്കം ചെയ്തു. അതിൻ്റെ 14 വർഷത്തിന് ശേഷം മകൻ വന്ന് ബോഡി കൊണ്ടുപോയി 1538 ആണ് ഇവിടുത്തെ ഹിസ്റ്ററി. നേരെ കയറി കാണാം. 300 വാസ്കോ ഹൗസിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഈ ഒരു പള്ളിയിലേക്കാണ്. ഈ പള്ളിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടാണല്ലോ. അപ്പം ഇവിടേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ഫോട്ടോഗ്രാഫി പറ്റും, അകത്ത് കയറിയ ഫോട്ടോഗ്രാഫി പറ്റും, പക്ഷെ വീഡിയോഗ്രാഫി അവർ അലൗ ചെയ്യുന്നില്ല. നമുക്ക് പുറത്ത് ഈ ഒരു എൻട്രൻസ് വരെ മാത്രമേ വീഡിയോഗ്രാഫി പറ്റത്തുള്ളൂ. സോ അവിടെ വരെ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അകത്ത് പോയി എല്ലാം കണ്ടു ഒക്കെ വന്നതാണ്. ആക്ച്വലി നമ്മൾ ഈ ഓട്ടോയിൽ ഈ ഒരു പാക്കേജ് പോലെ സംഭവം എടുത്തില്ലേ, അത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. കാരണം ഇത്രയും കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റിയില്ലേ. ആൻഡ് ഇത് ഓരോ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് കേട്ടോ. സാഗർ റിലീസ് ജാക്കിലെ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലം. ആൻഡ് നിങ്ങൾ ഓർമ്മ ആ ഒരു വീട് എല്ലാ വീഡിയോസിലും കാണാം, ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ കാണാവുന്ന ഒരു വീടാണ് കേട്ടോ. അതിൻ്റെ അടുത്ത ലൊക്കേഷൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോയത് ഈ ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ബ്രിട്ടീഷുകാരുടെ ഇതാണ്. ബ്രിട്ടീഷുകാരുടെ പഴയ കോളനീസ്. മുമ്പേ കണ്ട ആ സ്കൂളുണ്ട്, ബ്രിട്ടീഷുകാരുടെ പഴയ ഒരു കോളനി ആയിരുന്നു. 1888 ഉണ്ടാക്കിയ ഒരു കോളനിയാണ് അത്. പിന്നെ ഇപ്പം സ്കൂളായിട്ടാണ്, ഇപ്പോഴത്തെ അവിടെ ഒരു സ്കൂളായിട്ടാണ്, ഒരു ഗവൺമെൻറ് സ്കൂളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഈ ഒരു പള്ളി ഇത് ഭയങ്കര വലിയൊരു പള്ളിയാണ്. ആൻഡ് ഇവിടെ വരുന്നവർ എന്തായാലും കൊച്ചിയിൽ വരുന്നവർ ഈ ഒരു പള്ളിയിൽ വരണം. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി കാണാം, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എല്ലാം അലൗഡാണ്. ആൻഡ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഞങ്ങളുടെ ആ പള്ളിയിൽ ആദ്യത്തെ കയറി വന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണോ ഒന്ന് നോക്കി. ഫുൾ പെയിൻറ്റിങ്സ് ആണ്. അതിൽ ആ പള്ളിയുടെ ഭിത്തിയിൽ ഫുള്ള് പെയിൻറ്റിങ്സ്. ആൻഡ് അതേപോലെ അതിൻ്റെ മുകൾ വശത്തും എന്താ പറയുക, അതിൽ സീലിംഗ് ചെയ്തേക്കുന്ന ഫുള്ള് പെയിൻറ്റിങ്സ് ആണ്. അതേപോലെയാണ് അതിൻ്റെ മുകളിലും ഫുൾ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ഓരോ ടൈപ്പ് പെയിൻറ്റിങ്സ് ഈ ബൈബിളിലെ യേശുവിൻ്റെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പെയിൻറ്റിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഭയങ്കര ഒരു എന്താ പറയുക, നല്ല അടിപൊളി ഒരു വൈബായിരുന്നു ഇവിടെ വരുന്നത് കേട്ടോ. കുറേ ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സും അതേപോലെ അവരുടേതായ രീതിയിലുള്ള കുറേ ടൈപ്പ് പെയിൻറ്റിങ്സ് ഉണ്ട്. അതല്ലാതെ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കുറേ കാണാനുണ്ടായിരുന്നു കേട്ടോ. കുറേ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു പള്ളിയിൽ വന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഓട്ടോയിൽ കയറി പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. പോകുന്ന വഴി ഡെഡ് സിമെട്രി ഉണ്ട്, അത് കാണണം. പിന്നെ ഇതൊക്കെ ഓരോ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് ആണ്. അതൊക്കെ പുള്ളി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇന്ന സിനിമ ഷൂട്ട് ചെയ്തതാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഡെഡ് സിമെട്രിയിലെത്തി. 3 ടൈപ്പിലാണ് ഇവിടെ അടക്കം ചെയ്തേക്കണം. മുതിർന്ന ആൾക്കാരെ നിർത്തി കുഴിച്ചിട്ടേക്കണം, അതിൻ്റെ താഴെയുള്ള ആൾക്കാരെ ഇരുത്തി കുഴിച്ചിട്ടേക്കണം, അതിൻ്റെ താഴെയുള്ള ആൾക്കാരെ കിടത്തി കുഴിച്ചിട്ടേക്കണം. പിന്നെ അവരെ ആൾക്കാർ എല്ലാ ഡിസംബറും വന്ന് ഇവിടെ പ്രാർത്ഥന കാര്യങ്ങളുണ്ട്. ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഈ ഡെഡ് സിമെട്രി ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ബീച്ചിൻ്റെ അവിടെ നിന്നാൽ ഇതിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയാണ്. ഇതും ഒരുപാട് സിനിമയിലൊക്കെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഇതിലൊക്കെ ഉണ്ട്. നമ്മുടെ ഭീഷ്മ സിനിമയിൽ ഈ ഡെഡ് സിമെട്രിയിലൊക്കെ ഉള്ള ഷൂട്ടിംഗ് ഉണ്ട്. ആ പാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സിനിമയിൽ ഈ ഒരു സിമെട്രി ആണെങ്കിൽ പോലും ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്.
ഫോർട്ട് കൊച്ചിയിലെ ഒട്ടുമിക്ക എല്ലാ സ്പോട്ടും സിനിമ ഷൂട്ടിങ്ങിന് തന്നെയാണ്. നമുക്കത് സിനിമ ഷൂട്ടിങ് ഇന്ന സിനിമയിലെ ഇന്ന ലൊക്കേഷനായത് അല്ലെങ്കിൽ ഇന്ന ആളുടെ വീടായത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് അതല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് വന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് കേട്ടോ. ആൻഡ് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് അവരെല്ലാവരും ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയി. ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കണതോ കാണുന്നുണ്ടോ നമ്മൾ കണ്ട മുമ്പ് പറഞ്ഞ ഷിപ്പുണ്ട്. അപ്പം നമ്മൾ ആ വഴിയാണ് വരുന്നത്. ആ ഷിപ്പൊക്കെ പോകുന്നുണ്ടോ അതേ വഴി തന്നെയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്ന ആ ഒരു വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ വന്ന വഴി കുറച്ച് നടന്നങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്താം. സോ ദേ കണ്ടോ ഷിപ്പൊക്കെയാണ് ആ പോകുന്നത്. അതൊരു കുഞ്ഞു വെള്ളമുണ്ട്, ഷിപ്പാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ചോക്കോബാറൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതെന്താണെന്നറിയോ, നമ്മുടെ വിക്രമാദിത്യ മൂവിയിലെ ദുൽഖറിൻ്റെ വീട് അതാണ് ഇത്. അങ്ങനെ കുറേ സ്പോട്ട് നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരിയിലേക്കാണ്. നമ്മുടെ മട്ടാഞ്ചേരി പാലസ് ആണ് ഇത് ഈ കാണുന്നത്. ഇതിനകത്തും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. നമുക്ക് ഇവിടെ വരെ മാത്രമേ വീഡിയോഗ്രാഫി പറ്റത്തുള്ളൂ. കാരണം അതിന് ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല. സോ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വീഡിയോ. അത് കഴിഞ്ഞ് നമ്മൾ ജൂ സ്ട്രീറ്റിലോട്ട് പോവാണ്. ജൂ സ്ട്രീറ്റിൽ ഒരുപാട് കാണാനുണ്ട്. കൂടുതലും ആൻറ്റീക്സും അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. പഴയതായ ഒരുപാട് സാധനങ്ങളുണ്ട്, ആൻറ്റീക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കടയുണ്ട്. പിന്നെ ഈ IRS എന്ന് പറഞ്ഞത് ഒരു പെർഫ്യൂം കടയാണ്. അവിടുത്തെ വിശേഷം കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു വലിയൊരു ഉരുളിയോ ചെമ്പോ സംഭവമാണ്. അത് കണ്ടിട്ടാണ് നമ്മൾ ഈ കടലിൽ കയറിയത്. ഇവിടെ ഫുള്ള് നോക്കുക, ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് മൊത്തം. പാത്രങ്ങളായാലും അതേപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അത് കുറേ പാത്രങ്ങൾ, ഐഡിയൽസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് തോന്നില്ല, ഇത്ര വലിയ പാത്രമൊക്കെ. അങ്ങനെ കുറേ സാധനങ്ങളും കടകളുണ്ട്. ആൻഡ് നമ്മൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് പോയത് ഈ പെർഫ്യൂം കടയിലേക്കാണ്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കൊച്ചിയിൽ വരുന്നവർ, ജൂ സ്ട്രീറ്റിൽ വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. ആൻഡ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പെർഫ്യൂം കടയിൽ തന്നെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വീഡിയോ ഇപ്പോൾ ഭയങ്കര ലോങ്ങാണ്, ഇനി അതിലും കൂടുതൽ ലോങ് ആയിപ്പോവും. ചന്ദനത്തിരിയാണ് നമ്മൾ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ ഉത്സവങ്ങൾ അങ്ങനെയുള്ള, അതായത് ഗണേശ ഫെസ്റ്റിവൽ അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മളിവിടെ മേക്ക് ചെയ്തേക്കുന്ന ഹാൻഡ് മെയ്ഡാണ്. ഇതിന് 69 അടി നീളവും 412 kg വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ബേണിംഗ് ടൈം മോർ ദാൻ 1 month. ഇത് നമ്മൾ മേക്ക് ചെയ്യാൻ തന്നെ 2 months ടൈം എടുത്തു. 12 ലേബേഴ്സ്, ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ്ലി. ഇനി നമ്മളിത് മേക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സാൻഡൽവുഡ് പൗഡർ, സാൻഡൽവുഡ് എസെൻഷ്യൽ ഓയിൽ, അതുപോലെ തന്നെ ഗം പൗഡർ, റബ്ബർ ട്രീയിൽ നിന്ന് വരുന്ന ഗം പൗഡർ, അത് സ്റ്റിക്കി ആവാൻ വേണ്ടിയിട്ടും. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് കേക്ക് വുഡാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ 24 തരം റേഞ്ച് ബോട്ടിലുണ്ട്. ഇത് ഗിന്നസ് റെക്കോർഡ് അപ്രൂവ്ഡാണ്. നിലവിലുള്ള റെക്കോർഡ് അടിച്ചുകൊണ്ടാണ് നമ്മളിത് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 1 അടി ലെങ്ത് ഉണ്ട്, 10 അടിയുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 3600 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ഇറ്റ് വർക്ക്സ് ഓർമ്മ ഞാൻ കാണിക്കാം. അതിൽ നമുക്ക് എപ്പോഴും മുന്നിൽ കയറി നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു റിമോട്ട് കൺട്രോളിലാണ്. സോ ജസ്റ്റ് ഈ ഗുച്ചി ഫ്ലോറ ഉണ്ട്. ഗുച്ചി ഫ്ലോറ നിങ്ങൾ ഇതിലൊക്കെ റീൽസ് കണ്ടിട്ടുണ്ടാവും. ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആണ് ഗുച്ചി ഫ്ലോറ. ഓക്കെ, രണ്ട് ഞാൻ കാണിക്കാം. ഇതൊരു മസ്കി ഫ്രഷ് സ്മെല്ലാണ്. എനിക്കിഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാമല്ലോ. ഇത് ഗുച്ചി ഫ്ലോറയാണ്. ഇത് നല്ലൊരു സ്മെല്ലാണ്. ആലിയ ഭട്ട് യൂസ് ചെയ്യണതുകൊണ്ടല്ല, നല്ല സ്മെല്ലാണ്. നിങ്ങൾ റീൽസിൽ കണ്ടു കാണും ആലിയ ഭട്ട് അത് റിവീൽ ചെയ്താണ്.
അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരിയും ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലും ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വന്നത് അതിനോപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. പഴയ കാലം മുതലുള്ള ബ്രിട്ടീഷുകാരുടെ ടൈം മുതലുള്ള പോലീസുകാരുടെ ഡ്രസ് കോഡും പല ടൈപ്പ് ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഓരോ ടൈമിലത്തേക്കിന് അതിൻ്റെ അതേപോലെ അവർ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന വണ്ടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ ടൈപ്പിലത്തെ പണ്ട് മുതലുള്ള. പിന്നെന്താ ഈ വിലങ്ങ് സംഭവം അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ തോക്കുണ്ട്, വാളുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെയും കുറേ സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. നമ്മൾ ഫിംഗർ പ്രിൻസിൻ്റെ സംഭവമൊക്കെ കാണാം. പലതരം ആയുധങ്ങളുടെ ഒരു ഇത് കാണാം. കുറേ ഉണ്ട്. എന്നിട്ട് നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ ജൂ സ്ട്രീറ്റിലോട്ട് നടക്കുകയാണ്. നമ്മുടെ ജൂതന്മാരുടെ പള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഇവിടെ എല്ലാം ആൻറ്റീക്കിൻ്റെ ഒക്കെ കളക്ഷനാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതുപോലെ ഇവിടെ സ്പൈസസിൻ്റെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഏലക്ക അങ്ങനത്തെ സ്പൈസസിൻ്റെ കുറേ ഷോപ്പുണ്ട്. കുറേ ഇത് കാണാനുണ്ട് കേട്ടോ. ഈ ജൂ സ്ട്രീറ്റ് മട്ടാഞ്ചേരി ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനായിട്ടുണ്ട്. നമ്മൾ ആ ജൂ സ്ട്രീറ്റിലോട്ട് കയറിയപ്പം ചെറിയൊരു ഷോപ്പിങ്ങിന് കയറാമെന്ന് വെച്ചു. ചുമ്മാ കുറച്ച് കടയിലൊക്കെ കണ്ടപ്പം അങ്ങോട്ടൊന്ന് കയറി കുറച്ച് വെറൈറ്റി ഉള്ള സംഭവം കണ്ടപ്പോൾ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. വേണ്ട തുറന്ന് കൊള്ളാല്ലേ, വെറൈറ്റിയാ. ഇത് കഴുത്തി ഇടുന്നയാ. ഇത് എത്ര റേറ്റ്? കൊള്ളാല്ലേ. ഇതൊക്കെ എന്താണ്? ഈ സംഭവം വെറൈറ്റി അല്ലേ, ഈ ടൈപ്പ് വാച്ചൊക്കെ. ഞാനും ലക്ഷ്മിയും അതെല്ലാം ഓരോന്ന് മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ചുമ്മാ അത് മേടിച്ചതാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ജൂതന്മാരുടെ പള്ളി അതൊക്കെ കാണണമല്ലോ. നമ്മുടെ ആ ഓട്ടോചേട്ടൻ കുറേ കഥകൾ ഈ ഒരു കൊച്ചിയെ പറ്റിയും ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളും അതേപോലെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കുറേ കഥകൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അത് പറഞ്ഞു തന്നിട്ടാണ് നമ്മളൊരു സ്ഥലത്തേക്ക് പുള്ളി കൊണ്ടുവിടുന്നത്. അതൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഒരു അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അതെല്ലാം മനസ്സിലാവുകയും ചെയ്തു. എല്ലായിടത്തും കാണുമ്പോൾ ഓക്കെ പുള്ളി പറഞ്ഞൊക്കെ നമുക്ക് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ ഇതൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഇതാണ് ആ ജൂതന്മാരുടെ പള്ളി. ആൻഡ് ഇതിനകത്ത് നോക്ക്, ഇവിടെ ഉള്ള സംഭവങ്ങളെല്ലാം ഈ പണ്ടത്തെ ഈ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ആ പണ്ടത്തെ ടൈപ്പിലത്തെ ആയതുകൊണ്ട് ഇവിടുത്തെ ലൈറ്റ്സ് ആണെങ്കിലും ഇവിടുത്തെ ഡെക്കറേഷൻ ആണെങ്കിലും ഇവിടുത്തെ ഈവൻ ഈ ഫ്ലോറിങ് വരെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ ടൈല് വരെ ഭയങ്കര പ്രിൻ്റഡ് ആയിട്ടുള്ള അതിൽ ഓരോ കഥകൾ പോലെ ഒക്കെയാണ് അവിടുത്തെ ടൈലാണെങ്കിൽ പോലും. കുറേ കൊത്തുപണികളും കാര്യങ്ങളും പടങ്ങളും ഈ ലൈറ്റ്സൊക്കെ കണ്ടോ, ഈ ടൈലൊക്കെ കണ്ടോ, എന്തൊക്കെയോ പടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഓരോ ടൈലിലും ഓരോ ടൈപ്പ് പടങ്ങളും ഒക്കെയാണ്. ഇതിനൊക്കെ ഇവിടെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ ജൂ സ്ട്രീറ്റിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പെതുക്കെയാണ് വീട്ടിൽ പോയത്. അപ്പം നമ്മൾ 2 മണിക്കൂറിന് ട്രിപ്പ് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ ആവാറായി. കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒരു 2.5-3 മണിക്കൂർ ഏകദേശം ആവാറായി. അപ്പം നമ്മൾ ഓട്ടോ ചേട്ടന് കുറച്ചും കൂടെ എന്തെങ്കിലും പൈസ കൊടുക്കണം. കാരണം 2 മണിക്കൂറും കൂടെ ഇവിടെ എല്ലാം നടന്ന് കാണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം പുള്ളി ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറായി, അപ്പം കുറച്ച് പൈസ കൂടെ എന്തെങ്കിലും തരാം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും അത് ശരിയാക്കാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മളെ കൊണ്ടുനടന്ന് ഈ കൊച്ചി, ഇവിടുത്തെ ഫോർട്ട് കൊച്ചി, ഇവിടുത്തെ മാർക്കറ്റ്, ഇവിടുത്തെ ട്രഡീഷണൽ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുനടന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. പഴയ മാർക്കറ്റ്സ് ആണ്. കുറേ സ്പൈസസിൻ്റെ ഒക്കെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മളെ കൊണ്ടുനടന്ന് കാണിക്കുമായിരുന്നു.
സോ ഇത്രയാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇത്രയും സമയം കൊണ്ട് ഈ ഒരു 1 ഡേ ട്രിപ്പിൽ ഇത്രയും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. നമ്മൾ തന്നെത്താനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുത്തേനെ, മേ ബി ഇന്നൊരു ഡേ ഫുൾ എടുത്തേനെ. ഇതിപ്പം ഉച്ച ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഫോർട്ട് കൊച്ചി ഫുൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്പീഡിലൊന്നും അല്ലായിരുന്നു, നമുക്ക് ടൈം എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞത് കേട്ടോ. ആൻഡ് ഇനി നമ്മൾ വീണ്ടും വാട്ടർ മെട്രോ കയറി തിരിച്ച് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഇതേ ഷിപ്പിലൊക്കെ കണ്ടോ, കണ്ടെയ്നർ ഇറക്കുന്നു, കണ്ടെയ്നർ കയറ്റുന്നു, അങ്ങനെ കുറേ പരിപാടികൾ കാണാം. നമുക്കിതൊക്കെ അടിപൊളിയല്ലേ, ഇതൊക്കെ ഇത്രയും വലിയ ഷിപ്പ് അടുത്ത് കാണുന്നത്, അതേ കണ്ടെയ്നർ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്നത് കാണാം കേട്ടോ. തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു സൈഡിൽ നിൽക്കുകയാണ്. ആക്ച്വലി നിന്നപ്പം കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി കേട്ടോ. അതെ, ഈ ഷിപ്പൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റി, നമുക്ക് അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. നമ്മൾക്ക് ഫ്രണ്ടിൽ ഈ മിററിൽ കൂടെ ഇങ്ങനെയൊക്കെ എടുക്കാനൊക്കെ പറ്റി കേട്ടോ. നമ്മൾ ഇവിടെ മറ്റേ നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു സൈഡ് വ്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ നിൽക്കുകയായിരുന്നുകൊണ്ട് കുറേ ഇങ്ങനത്തെ ഷോട്ട്സ് കിട്ടി. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് കാണാനായിട്ട്. അതിൻ്റെ ഈ സൈഡിൽ ഇവിടെ എല്ലാവരും കൂടെ കൂടി നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാനാണെങ്കിൽ തിരക്കുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരാനാണെങ്കിൽ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. അപ്പം ബോൾഗാട്ടി പാലസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയാണ് മൈ ബോസിൽ ഷൂട്ട് ചെയ്ത വീടാണ്, വലിയ നക്ഷത്രത്തിലെ വീടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ബോൾഗാട്ടി പാലസ് ആണ്. ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ്. നമുക്ക് ഇവിടെ വരാനും പറ്റും. ഇവിടത്തേക്കാണെങ്കിൽ വേറെ മെട്രോ ആണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കിന് അത് ഇവിടെ വരാം. ബോൾഗാട്ടി പാലസ്, വില്ലിംഗ്ടൺ ഐലൻഡ്, അങ്ങനെ കുറേ സ്പോട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെയൊക്കെ പോവാം, ബോൾഗാട്ടി പാലസൊക്കെ പോവാം. അപ്പം ഇന്ന് നമ്മൾ ബോൾഗാട്ടി പാലസ് ഒന്നും പോയില്ല. ഇനി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ തിരിച്ച് ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്താണ്. പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ MG റോഡ് എത്തി. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ലുലു മാളിലോട്ടാണ്. നമ്മൾ ഇനി ഉച്ച കഴിഞ്ഞ് നമ്മൾ ഫുൾ ലുലു മാളിലായിരിക്കും. നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മൾ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കാനായിട്ട് വേറെ എങ്ങനെ കയറണം, ലുലു മാളിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എറണാകുളം സൗത്തിൽ നിന്ന് നമുക്ക് ട്രെയിൻ കയറി വീട്ടിൽ പോകാമല്ലോ, അടുത്താണല്ലോ. സോ അങ്ങനെ വിചാരിച്ചിട്ടാണ് മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ മെട്രോ കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങളുടെ മെട്രോ എത്തി ഭാഗത്ത് വരികയാണ്. ഇപ്പോഴും മെട്രോയിൽ ഫുള്ള് തിരക്കാണ്. ഇന്ന് ഫുള്ള് ഞങ്ങൾക്ക് നിന്ന് പോകാനുള്ള ഒരു ഇതാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു മാൾ എടപ്പള്ളി ഇറങ്ങി നേരെ വെച്ച് പിടിക്കുകയാണ് ലുലു മാളിലേക്ക്. നമുക്ക് നേരെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോകുന്നത് ഫ്രഷ് ആവണം. അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇന്ന് നമ്മൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്നുള്ളൂ, ബാക്കി അതിനകത്തൊക്കെ. അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ എൻട്രി എത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ അകത്തോട്ട് കയറിയിട്ട് കാണാം കേട്ടോ. അകത്ത് കയറി നമ്മൾ ആദ്യം നോക്കിയത് പാരഗൺ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നാണ് കേട്ടോ, ഏത് ഫ്ലോറിലാണ്. നമുക്ക് പല ടൈമിലും അത് തെറ്റിപ്പോകാറുണ്ട്. സോ അവർ നന്ദുവും ലക്ഷ്മിയും കൂടെ അവിടെ നിന്ന് അതിൻ്റെ ലൊക്കേഷൻ ഏത് ഫ്ലോറാണെന്ന് നോക്കിയപ്പം ഞാൻ മേഘയും വിപിനും കൂടെ ലെൻസ് കാർട്ടിൽ കയറി ചുമ്മാ അവിടെ എല്ലാം ഒന്ന് കറങ്ങണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവരത് ചെക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് ലെൻസ് കാർട്ട് കയറി ചുമ്മാ മേഘ ഓരോ സ്പെക്സൊക്കെ മാറി എടുത്തൊക്കെ നോക്കുകയാണ്. സോ ചുമ്മാ അവിടെ നിന്നപ്പോഴത്തേക്കിന് അവർ ലൊക്കേഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു എവിടെയാണെന്ന് പാരഗൺ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടോട്ട് പോവാണ്. കാരണം നമുക്ക് ടൈമില്ല, ഒത്തിരി ലാഗ് അടിക്കാനായിട്ടുള്ള ടൈമില്ല. നമുക്ക് എല്ലാം കാണുകയും വേണം, എല്ലാം കവർ ചെയ്യുകയും വേണം. സോ നമുക്ക് സ്പീഡ് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒന്ന് ഫ്രഷായിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരഗണിലോട്ട് പോവാണ് കേട്ടോ.
130. മേടിച്ചാലോ? ലാസ്റ്റ് പറയാം 130. നമ്മൾ പാരഗണിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് വരും. യെസ്, വന്നു മക്കളെ, വന്നു. നമ്മുടെ പാൽ കപ്പയും ബീഫും അതേപോലെ ചിക്കൻ ലോലിപോപ്പും വന്നു. എന്താണ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ സ്റ്റാർട്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി പാൽ കപ്പയും ബീഫും അതിൻ്റെ അതേപോലെ ചിക്കൻ ലോലിപോപ്പും. ഈ പാൽ കപ്പയും ബീഫും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. എന്ത് ജ്യൂസി ആയിരുന്നു അറിയോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും പേരും, ഞങ്ങൾ 5 പേരും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പാൽക്കപ്പ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ അത് അമേസിങ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് വന്നപ്പോഴത്തേക്കിന് അതൊന്ന് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് നമ്മുടെ അടുത്ത ഓരോരോ ഫുഡായിട്ട് വന്നു. ബാക്കി നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹാഫ് ബിരിയാണിയും ഫുൾ ബിരിയാണിയും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഹാഫ് ബിരിയാണി, നന്നും വിപുരം മാത്രം ഫുൾ ബിരിയാണി, അങ്ങനെ എന്തോ പറഞ്ഞത്. സോ അതും വന്നു. അതെല്ലാം കൂടെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ. അതെല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഈ പാൽക്കപ്പയും ബീഫും ഈ വന്നതിൽ നമ്മൾ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ഈ പാൽക്കപ്പയും ബീഫും. ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം അത് കഴിച്ചിട്ടില്ലാത്തതാണെങ്കിൽ ഇവിടെ വരുമ്പം ഒന്ന് കയറി കഴിച്ചു നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചുമ്മാ ഈ ഫുഡ് കോർട്ടിലും അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഈ ഫൺ ടൂർ അവിടെയൊക്കെ ഒന്ന് പോയി ഓടി നടന്ന് ആ മാള് മുഴുവൻ ഞങ്ങളൊന്ന് കറങ്ങി കേട്ടോ. താഴെ കുറച്ച് ഈ ദീപാവലി ടൈം ആയിരുന്നുകൊണ്ട് ആ ടൈമിൽ അവിടെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താഴെ പോയി അതിൻ്റെയും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതും അടുത്തൊക്കെ പോയി നടന്ന് നിന്ന് കണ്ട് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇവിടുന്ന് പർച്ചേസ് ഒന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് പിസ്സ മേടിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഡൊമിനോസിന് പിസ്സ മേടിച്ചു, പിന്നെ ഒരു ബബിൾ ടീ മേടിച്ചായിരുന്നു. കഴിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത് ഇത്രയൊക്കെയായിരുന്നു നമ്മളൊരു 1 day ട്രിപ്പ് ടു കൊച്ചി. ആൻഡ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷേനേക്കാളും ഒരുപാട് നന്നായിട്ടായിരുന്നു ഇന്നത്തെ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തത്. നിങ്ങൾ ഇതേപോലെയൊക്കെ കൊച്ചിയിലൊരു 1 day ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ആൻഡ് യു വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഫൺ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്നാൽ അതേപോലെ ബെൽ ബട്ടനോടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. ഇനി മേക്കൊരു ബബിൾ ടീം കൂടെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കഷ്ടം. ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു നല്ലതായിരിക്കും, പക്ഷേ ഇതെനിക്കറിയില്ല.